ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നോമ്പിന് ശേഷമുള്ള സുവിശേഷ ദൗത്യത്തിൽ നമ്മൾ മുന്നേറുമ്പോൾ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന 20-ാം അധ്യായത്തിൽ 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ ദൈവരാജ്യത്തിൽ ലഭിക്കുന്ന റെക്കഗ്നീഷൻ എന്താണെന്നും ദൈവരാജ്യത്തിൽ ഉള്ള റാങ്ക് എന്താണെന്നും നമുക്കുള്ള സ്ഥാനം എന്താണെന്നും വളരെ വ്യക്തമായി 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങളും 17 മുതലുള്ള വാക്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സ്വർഗരാജ്യം അധ്യായം 20. സ്വർഗരാജ്യം തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ വേലക്കാരെ വിളിച്ചാക്കേണ്ടതിന് പ്രദർശിക്ക് പുറപ്പെട്ട് വീട്ടുടമയോട് സാധിച്ചു. വേലക്കാരോട് അവൻ ദിവസത്തേക്ക് ഓരോ വെള്ളിക്കാശ് പറഞ്ഞൊത്തിട്ട് അവരെ മുന്തിരിത്തോട്ടത്തിൽ അയച്ചു. 3-ാം മണി നേരത്തും പുറപ്പെട്ടു. മറ്റു ചിലർ ചന്തയിൽ മെനക്കെട്ട് നിൽക്കുന്നതും കണ്ടു. നിങ്ങളും മുന്തിരിത്തോട്ടത്തിൽ പോകുവേൻ, ന്യായമായത് തരാമെന്ന് അവരോട് പറഞ്ഞു. അവർ പോയി. അവർ 6-ാം മണി നേരത്തും 9-ാം മണി നേരത്തും ചെന്നു. അങ്ങനെ തന്നെ ചെയ്തു. 11-ാം മണി നേരത്തും ചെന്നു. മറ്റു ചിലർ നിൽക്കുന്നത് കണ്ടിട്ട് നിങ്ങളിവിടെ പകൽ മുഴുവൻ മെനക്കെട്ട് നിൽക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. ഞങ്ങളെ ആരും കൂലിക്ക് വിളിക്കായതുകൊണ്ട് അത്രേ എന്ന് അവർ പറഞ്ഞപ്പോൾ നിങ്ങളും മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുവീൻ എന്ന് അവരോട് പറഞ്ഞു. സന്ധ്യയായപ്പോൾ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടയവൻ തൻ്റെ വിചാരകനോട് വേലക്കാരെ വിളിച്ച് പിമ്പന്മാർ തുടങ്ങി മുമ്പന്മാർ വരെ അവർക്ക് കൂലി കൊടുക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ 11-ാം മണി നേരത്ത് വന്നവർ ചെന്ന് ഓരോ വെള്ളിക്കാശ് വാങ്ങി. മുമ്പന്മാർ വന്നപ്പോൾ തങ്ങൾക്ക് അധികം കിട്ടും എന്ന് നിരൂപിച്ചു. അവർക്കും ഓരോ വെള്ളിക്കാശ് കിട്ടി. അത് വാങ്ങിയിട്ട് അവർ വീട്ടുടവൻ്റെ നേരെ പിറുപിറുത്തു. ഈ പിമ്പന്മാർ 1 മണി നേരം മാത്രം വേല ചെയ്തിട്ട് നീ അവരെ പകലത്തെ ഭാരവും വെയിലും സഹിച്ച ഞങ്ങളോട് സമമാക്കിയല്ലോ എന്ന് പറഞ്ഞു. അവരിലൊരുത്തനോട് അവൻ ഉത്തരം പറഞ്ഞത്, സ്നേഹിത, ഞാൻ നിന്നോട് അന്യായം ചെയ്യുന്നില്ല. നീ എന്നോട് ഒരു പണം പറഞ്ഞിട്ടില്ലയോ? നിൻ്റേത് വാങ്ങി പൊയ്ക്കൊള്ളുക. നിനക്ക് തന്നതുപോലെ ഈ പിമ്പനും കൊടുപ്പാൻ എനിക്ക് മനസ്സ്. എനിക്കുള്ളതിനെ കൊണ്ട് മനസ്സുപോലെ ചെയ്യുവാൻ എനിക്ക് ന്യായമില്ലയോ? ഞാൻ നല്ലവനാവുകൊണ്ട് നിൻ്റെ കണ്ണ് കടിക്കുന്നു. ഇങ്ങനെ പിമ്പന്മാർ മുമ്പന്മാരും മുമ്പന്മാർ പിമ്പന്മാരുമാവും. ദൈവരാജ്യത്തിൽ വലിയ അംഗീകാരമാണ് എല്ലാവർക്കും കർത്താവ് തരുന്നത്. അതിൻ്റെ തുടർന്ന് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് ദൈവസന്നിധിയിൽ ആരായിരുന്നാലും ലഭിക്കുന്ന മറ്റു കാര്യങ്ങൾ 17 മുതലുള്ള വാക്യങ്ങൾ. യേശു യെരുശലേമിലേക്ക് യാത്ര പോകുമ്പോൾ 12 ശിഷ്യന്മാരെയും വേറിട്ട് കൂട്ടിക്കൊണ്ട് വഴിയിൽ വെച്ച് അവരോട് പറഞ്ഞത്, നാം യെരുശലേമിലേക്ക് പോകുന്നുവല്ലോ, അവിടെ മനുഷ്യപുത്രൻ മഹാപുരോഹിതന്മാർക്കും ശാസ്ത്രിമാർക്കും ഏൽപ്പിക്കപ്പെടും. അവർ അവന് മരണശിക്ഷ കൽപ്പിച്ചു. പരിഹസിപ്പാനും തല്ലുവാനും ക്രൂശിപ്പാനും അവനെ ജാതികൾക്ക് ഏൽപ്പിക്കും. എന്നാൽ 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കും. അന്ന് സബദിപുത്രന്മാരുടെ അമ്മ പുത്രന്മാരുമായി അവൻ്റെ അടുക്ക വന്ന് നമസ്കരിച്ച് അവനോട് ഒരു അപേക്ഷ കഴിച്ചു. നിനക്കെന്ത് വേണം എന്ന് അവളോട് ചോദിച്ചു. അവളവനോട്, എൻ്റെ പുത്രന്മാർ 20 എൻ്റെ രാജ്യത്തിൽ ഒരുത്തൻ എൻ്റെ വലത്തും ഒരുത്തനിടത്ത് വിരിപ്പാൻ അരുളി ചെയ്യണമേ എന്ന് പറഞ്ഞു. അതിന് ഉത്തരമായി യേശു, നിങ്ങൾ യാചിക്കുന്നത് ഇന്നത് എന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിപ്പാനിരിക്കുന്ന പാനപാത്രം കുടിപ്പാൻ നിങ്ങൾ കഴിയുമോ എന്ന് ചോദിച്ചു. കഴിയും എന്ന് അവർ പറഞ്ഞു. അവർ അവരോട്, എൻ്റെ പാനപാത്രം നിങ്ങൾ കുടിക്കുന്നിച്ചേ, എങ്കിലും എൻ്റെ വലത്തും ഇടത്ത് വിരിപ്പാൻ വരം നൽകുന്നത് എൻ്റേതല്ല. എൻ്റെ പിതാവ് ആർക്കൊരുക്കിയിരിക്കുന്നുവോ ആർക്ക് കിട്ടും എന്ന് പറഞ്ഞു. ശേഷം 10 പേർ ഇത് കേട്ടിട്ട് ആ 2 സഹോദരന്മാരോട് നിരസപ്പെട്ടു. യേശുവോ അവരെ അടുക്ക വിളിച്ച്, ജാതികളുടെ അധിപന്മാർ അവരിൽ കർത്തൃത്വം നടത്തുന്നു, മഹത്തുക്കൾ അവരുടെ മേൽ അധികാരം നടത്തുന്നുവെന്നും നിങ്ങൾ അറിയുന്നു. നിങ്ങളിൽ അങ്ങനെ അരുത്. നിങ്ങളിൽ മഹാനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകണം. നിങ്ങളിൽ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ദാസനാകണം. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനുമായി വന്നതുപോലെ തന്നെ എന്ന് പറഞ്ഞു. അവർ യെരിഹോവിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ വലിയൊരു പുരുഷാരം അവനെ അനുഗമിച്ചു. അപ്പോൾ വഴിയരികെയിരിക്കുന്ന 2 കുരുടന്മാർ യേശു കടന്നു പോകുന്നത് കേട്ടിട്ട്, കർത്താവേ, ദാവീദ് പുത്രാ, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു. മിണ്ടാതിരിപ്പീൻ പുരുഷന്മാരെ അവർ ശാസിച്ചപ്പോൾ അവർ, കർത്താവേ, ദാവീദ് പുത്രാ, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന്
അധികം നിലവിളിച്ചു. യേശു നിന്ന് അവരെ വിളിച്ചു. ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചു. കർത്താവേ, ഞങ്ങൾക്ക് കണ്ണ് തുറന്ന് കിട്ടണം എന്നവർ പറഞ്ഞു. യേശു മനസ്സറിഞ്ഞ് അവരുടെ കണ്ണ് തൊട്ടു. ഉടനെ അവർ കാഴ്ച പ്രാപിച്ചു. അവനെ അനുഗമിച്ചു. യേശു കർത്താവിൻ്റെ ആ രാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിൽ കർത്താവ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എല്ലാം ഇപ്രകാരം അനുഗ്രഹിക്കപ്പെട്ട പ്രവർത്തനങ്ങൾ കർത്താവ് ചെയ്യും. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കും. കർത്താവേ, നിൻ്റെ രാജ്യത്തിൽ ഉള്ള വലിയ സ്ഥാനങ്ങളും മാനങ്ങളും ഞങ്ങൾ എപ്രകാരം വിനയമുള്ളവരും താഴ്മയുള്ളവരും ഒക്കെ ആയിരിക്കണമെന്ന് ഈ അധ്യായത്തിലൂടെ ഈ ദിവസം ഞങ്ങളെ കേൾപ്പിച്ചു. ഇത് കേൾക്കുന്ന, ഇത് കാണുന്ന എല്ലാവർക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത്ഭുതകരമായി പ്രവർത്തിച്ച് അനുഗ്രഹിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ ഇത് പ്രായോഗികമാക്കി നിനക്ക് നന്ദിയോടെ ജീവിപ്പാൻ സഹായിച്ചാട്ടോ. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമീൻ. ഗോഡ് ബ്ലസ് യു.